ഈ വീഡിയോയിൽ നമുക്ക് നേരെ കോഷൻ മാപ്പ് എന്ന് പറഞ്ഞൊരു ഡെഫിനിഷനിലേക്ക് അങ്ങോട്ട് പോകാം. അതായത് നമുക്കൊരു വെക്റ്റർ സ്പേസ് വിയും അതിൻ്റെ ഒരു സബ് സ്പേസ് ഡബ്ല്യൂയും തന്നു വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ രണ്ട് വെക്റ്റർ സ്പേസുകളുണ്ടാവും. ഒന്ന് ആ തന്ന വെക്റ്റർ സ്പേസ് വി തന്നെ, രണ്ടാമത്തേത് ഈ വി മോഡ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ കോഷൻ സ്പേസ്. ക്ലിയർ ആണല്ലോ? ഈ വി മോഡ് ഡബ്ല്യൂവിൽ ആരാണ്ടാവുക? ഡബ്ല്യൂവിൻ്റെ കോസറ്റുകൾ അല്ലേ? വി മോഡ് ഡബ്ല്യൂ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ കോസറ്റ്സ് ഓഫ് ഡബ്ല്യൂ. ഇതിനകത്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് അറിയാലോ. നൈസ്. ഇനി ഈ സ്പേസിൻ്റെ അകത്തുനിന്ന്, ഈ വിൻ്റെ അകത്തുനിന്ന് ഒരു വെക്റ്റർ വി എടുക്കട്ടെ, സ്മോൾ വി. ഈ വി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഡബ്ല്യൂക്ക് ഒരു കോസറ്റ് ഉണ്ടാക്കാമല്ലോ, വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ട്. ആ കോസറ്റ് ഇവിടെ ഉണ്ടാവില്ലേ? കോഷൻ സ്പേസിൽ ഉണ്ടാവില്ലേ? കാരണം എന്താ? ഡബ്ല്യൂവിന് എല്ലാ കോസറ്റുകളും ഇവിടെ ഉണ്ട്. സോ വി ഉപയോഗിച്ച് ഡബ്ല്യൂക്ക് ഉണ്ടാക്കുന്ന വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ കോസറ്റും ഇവിടെ ഉണ്ടാവും. നൈസ്. ഇനി കോഷൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ വിശദമായിട്ട് എഴുതാം. അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് പറയട്ടെ. കോഷൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേസിന്, അതായത് വി എന്ന് ഈ വി മോഡ് ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിനെ വി പ്ലസ് ഡബ്ല്യൂയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പം കോഷൻ മാപ്പ് എന്ന് പറയുമ്പം അത് വിന്ന് വി മോഡ് ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അത് ചെയ്യുക വിനെ വി പ്ലസ് ഡബ്ല്യൂയിലേക്ക് മാപ്പ് ചെയ്യുക. ഞാൻ ഡെഫിനേഷൻ ഇവിടെ വിശദമായിട്ട് എഴുതട്ടെ. ഇത് വായിച്ചു നോക്കൂ. ഡെഫിനേഷൻ, കോഷൻ മാപ്പിൻ്റെ ഡെഫിനേഷൻ ഇവിടെ ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. കോഷൻ മാപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക പൈ എന്നാട്ടോ, പൈ. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ ഈ വിന്ന് വി മോഡ് ഡബ്ല്യൂയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനെ വി പ്ലസ് ഡബ്ല്യൂയിലേക്ക് മാപ്പ് ചെയ്യും. പൈ ഓഫ് വി ഈക്വൽ ടു വി പ്ലസ് ഡബ്ല്യൂ. ക്ലിയർ ആണല്ലോ? നൈസ്. ഇനി പോസ് ചെയ്തിട്ട് ഈ മാപ്പ് വിന്ന് കോഷൻ സ്പേസിലേക്ക് വർക്ക് ചെയ്യുന്ന ഈ കോഷൻ മാപ്പ് ഒരു ലീനിയർ മാപ്പാണ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ. വളരെ ഈസി സ്റ്റെപ്പാണ്, ചെയ്തോളൂ. ഞാൻ ഇവിടെ ചെയ്യാം. പൈ ലീനിയറാണല്ലോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് സി യു പ്ലസ് വിൻ്റെ ഇമേജ് ഇത് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? സി യു പ്ലസ് വി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കോസറ്റ് അല്ലേ? ഇനി ഈ കോസറ്റുകൾക്കിടയിലെ പിന്നെ അഡീഷൻ്റെയും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ റൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് കോഷൻ മാപ്പ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഈസ് എ ലീനിയർ മാപ്പ്. അത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇനി നിങ്ങൾ പോസ് ചെയ്തിട്ട് ഈ കോഷൻ മാപ്പിൻ്റെ നൾ സ്പേസ് എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഈ പൈൻ്റെ നൾ സ്പേസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? പൈ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സീറോയിലേക്ക് ആരൊക്കെയാണോ മാപ്പ് ചെയ്യുന്നത് അവരാണ് നൾ സ്പേസിൽ വരിക. ഇവിടുത്തെ സീറോ എന്ന് പറയുമ്പോൾ, കോഷൻ സ്പേസിൽ സീറോ എന്ന് പറയുമ്പോൾ ആരാ വരിക? ഡബ്ല്യു. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ ആരുടെയൊക്കെ ഏതൊക്കെ വികളുടെ ഇമേജ് ആണോ ഡബ്ല്യു ആവുന്നത് അത്തരം വികളാണ് നൾ സ്പേസിൽ വരിക അല്ലേ? സോ സെറ്റ് ഓഫ് ഓൾ വി സച്ച് ദാറ്റ് പൈ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു. കാരണം ഡബ്ല്യു ആണ് ഇവിടുത്തെ സീറോ വെക്ടർ. നൈസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് പൈ ഓഫ് വി എന്ന് പറയുമ്പോൾ എന്താ വരിക? വി പ്ലസ് ഡബ്ല്യു. വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു എപ്പോഴാണ് ഡബ്ല്യു ആവുക? വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ബിലോങ്സ് ടു ഡബ്ല്യു. ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? സച്ച് ദാറ്റ് വി ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് മാറ്റാം. കാരണം എന്താണ്? വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ബിലോങ്സ് ടു ഡബ്ല്യു. ഡൗട്ടൊക്കെ എന്താ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്ത് മനസ്സിലായി? നൾപ്പയിൽ ആരാണ്ടാവുക? ഡബ്ല്യൂലുള്ള വികളാണ് ഉണ്ടാവുക അല്ലേ? സോ ദിസ് ഇംപ്ലൈസ് നൾപ്പൈ ഈക്വൽ ടു ഡബ്ല്യു ആണ്. മനസ്സിലായി? അപ്പം ഈ കോഷൻ മാപ്പിൻ്റെ നൾ സ്പേസ് പറഞ്ഞാൽ ഈ ഡബ്ല്യു ആണ്, നമ്മുടെ സബ് സ്പേസ് ആയ ഡബ്ല്യു ആണ്. കോഷൻ സ്പേസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സബ് സ്പേസ് ഇല്ല ഡബ്ല്യു. ആ ഡബ്ല്യു ആണ് ഈ കോഷൻ മാപ്പിൻ്റെ നൾ സ്പേസ് ആയിട്ട് വരുന്നത്. അക്കങ്ങളെ നോട്ടിൽ ഡൗൺ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? കോഷൻ മാപ്പ് ഡിഫൈൻ ചെയ്തു, കോഷൻ മാപ്പ് ലീനിയറാണ് കണ്ടു, കോഷൻ മാപ്പിൻ്റെ നൾ സ്പേസ് ഡബ്ല്യു ആണ് കിട്ടി. നൈസ്. ഇനി എപ്പോഴാണ് നമ്മുടെ ഈ കോഷൻ മാപ്പ് ഇൻജക്റ്റീവ് ആവുക? 1-1 ആവുക? എപ്പോഴാണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1-1 ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കേർണൽ, ഇറ്റ്സ് നൾ സ്പേസ് ഈസ് സീറോ സ്പേസ് അല്ലേ? നൾ സ്പേസ് സീറോ സ്പേസ് ആകുമ്പോഴാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1-1 ആവുക. അപ്പോൾ നമ്മുടെ പൈ ഇൻജക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നൾ പൈ സീറോ സ്പേസ് ആവണം അല്ലേ? സോ ഞാൻ ഇവിടെ എഴുതട്ടെ. പൈ ഈസ് 1-1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ നൾ സ്പേസ് എന്തായാലും സീറോ സ്പേസ് ആവണം അല്ലേ? ഇനി ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നൾപ്പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ല്യു ആണ്. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡബ്ല്യു ഈക്വൽ ടു സീറോ സ്പേസ്. അപ്പോൾ നമ്മുടെ കോഷൻ മാപ്പ് പിന്നെ ഇൻജക്റ്റീവ് ആവുമ്പോഴാണ് ഈ ഡബ്ല്യു സീറോ സ്പേസ് ആകുമ്പോഴാണ്. അത് നമ്മൾ കോഷൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച സബ് സ്പേസ് ഇല്ലേ ഡബ്ല്യു, ആ ഡബ്ല്യു സീറോ സ്പേസ് ആണ്. സീറോ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഷൻ സ്പേസ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പം വരുന്ന കോഷൻ മാപ്പ് മാത്രമാണ്
എന്താവുക 1-1 ആവുക, ഇൻജക്റ്റീവ് ആവുക. ഇവിടെയൊക്കെ പോസ് ചെയ്ത് ചിന്തിക്കാണ്ട് കേട്ടോ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല. കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്തവരോട് പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്തേക്കുക. ഈ പൈ ലീനിയറാണ്, ഈ അതായത് കോഷ്യൻ മാപ്പ് ലീനിയറാണ്, കോഷ്യൻ മാപ്പിൻ്റെ നൾ സ്പേസ് W ആണ്. അത് ഈ കോഷ്യൻ സ്പേസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സബ്സ്പേസ് ആണ് അതിൻ്റെ നൾ സ്പേസ് ആയിട്ട് വരുന്നത്. ഇനി കോഷ്യൻ മാപ്പ് ഇൻജക്റ്റീവ് ആണെങ്കിൽ ഈ W എന്തായിരിക്കണം, 0 സ്പേസ് ആയിരിക്കണം. അങ്ങനെ അവിടെ നോട്ട് ചെയ്തേക്കുക. ഇനി പോസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കോഷ്യൻ മാപ്പ് സർജക്റ്റീവ് ആണോ? അതോടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പൈ, അതായത് ഈ കോഷ്യൻ മാപ്പ് സർജക്റ്റീവ് ആവുന്നുള്ള വളരെ ഒബ്വിയസ് അല്ലേ. അതായത് ഇവിടെ സർജക്റ്റീവ് ആവണമെങ്കിൽ എന്താ വേണ്ടത്, ഇവിടെ എല്ലാവർക്കും പ്രീമേജ് വേണം. ഇവിടെ ആരാ ഉണ്ടാവുക, V mod W ആരാ ഉണ്ടാവുക, W-ൻ്റെ കോസെറ്റുകളാണ്. സോ ഇവിടുന്ന് W-യുടെ ഒരു കോസെറ്റ് V+W എടുത്തു കഴിഞ്ഞാൽ അത് ആരുടെ ഇമേജ് ആയിരിക്കും, V-ൻ്റെ ഇമേജ് ആയിരിക്കും. പൈ ഓഫ് V = V+W ആയിരിക്കും. സോ ഇവിടുന്ന് ഏതൊരു കോസെറ്റ് V+W എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീ ഇമേജ് ഇവിടെ ഉണ്ട്. അതേതാണ് ആ പ്രീ ഇമേജ്, V ആണ്. ക്ലിയർ അല്ലേ? സോ ദിസ് പൈ ഈസ് ഓൾവേസ് സർജക്റ്റീവ്. പൈ ഈസ് സർജക്റ്റീവ്. പൈ ഈസ് സർജക്റ്റീവ്. അതും ക്ലിയർ ആയി. ഇപ്പോൾ കോഷ്യൻ മാപ്പിനെ കുറിച്ച് അത്യാവശ്യം വേണ്ട പിക്ചേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആവർത്തിക്കണ്ടല്ലോ, നിങ്ങളിങ്ങനെ വേണേൽ പോസ് ചെയ്ത് മനസ്സിലാവർത്തിച്ചോളൂ. ഇനി ഞാനിത് ഉപയോഗിച്ചിട്ട് V mod W-ൻ്റെ ഡയമെൻഷൻ കാണാൻ പോകണം. അതായത് സപ്പോസ് V ഈസ് ഫൈനൈറ്റ് ഡയമെൻഷൻ. ഇനി മാച്ചിട്ട് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ സപ്പോസ് അവർ V ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് ട്രൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഷ്യൻ സ്പേസിൻ്റെ അതായത് V mod W-ൻ്റെ ഡയമെൻഷൻ കാണണം. വേണമെങ്കിൽ ഹിൻഡ് തരാം. ഈ പൈ ഒരു ലീനിയർ ട്രാൻസ്മിഷൻ ആണല്ലോ. അപ്പോൾ ഈ പൈക്ക് റാങ്ക് നള്ളിറ്റി തിയറം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡയമെൻഷൻ ഫോർമുല ഉപയോഗിക്കുക. അതാണ് ഹിൻഡ്. ഞാൻ ഇവിടെ ചെയ്യട്ടെ ഏതായാലും. സോ dimension of V = dimension of null pi, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് പൈ അല്ലേ. ക്ലിയർ അല്ലേ? പൈ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷന് ഞാൻ റാങ്ക് നള്ളിറ്റി തിയറം അപ്ലൈ ചെയ്തു. ഓക്കെ, നൈസ്. നൗ ദിസ് ഈസ് ഈക്വൽ ടു നൾ പൈ എന്ന് പറഞ്ഞാൽ W ആണ്. സോ ഡയമെൻഷൻ ഓഫ് W പ്ലസ് ഇനി പൈ ഈസ് ഓൾവേസ് സർജക്റ്റീവ് നമുക്കറിയാം. അപ്പം സർജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ റേഞ്ച് പൈ എന്തായിരിക്കും, കോഡൊമൈൻ തന്നെ ആയിരിക്കും. അത് V mod W ആയിരിക്കും. അപ്പം റേഞ്ച് പൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ഡയമെൻഷൻ ഓഫ് റേഞ്ച് പൈക്ക് പകരം എന്ത് കൊടുക്കാം, V mod W എന്ന് പറയാം. കാരണം എന്താണ്, പൈ സർജക്റ്റീവ് ആയതുകൊണ്ട് റേഞ്ച് എന്തായിരിക്കും, കോഡൊമൈൻ തന്നെ ആയിരിക്കും. അത് V mod W തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഡയമെൻഷൻ V അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ട എന്താണ്, കോഷ്യൻ സ്പേസിൻ്റെ ഡയമെൻഷനാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുത്തൂടെ. ദിസ് ഇംപ്ലൈസ് ഡയമെൻഷൻ ഓഫ് V mod W = dimension of this V minus dimension W. ഒരു ഇൻട്രസ്റ്റിംഗ് ഫോർമുല അല്ലേ. വെരി ഗുഡ്, സൂപ്പർ. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം.